ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പത്താൻകോട്ടിൽ നിന്ന് ഡോക്ടർ റയീസ് അഹമ്മദാണ് പിടിയിലായത്. എം.ജി. മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ അട്ടിമറി സാധ്യതകൾ തള്ളിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസ്. ആഭ്യന്തര മന്ത്രാലയവും പറയുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊഹാപോഹങ്ങൾ വേണ്ട എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, അതായത് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് ഒരു തരത്തിലുമുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ വാർത്തകളെല്ലാം തന്നെ പൂർണ്ണമായും അവർ നിഷേധിക്കുകയും ഒപ്പം തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതായത് ഊഹാപോഹങ്ങളൊന്നും തന്നെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ DGP രാവിലെ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തമായ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത് അട്ടിമറിയാണ് അല്ലെങ്കിൽ മറ്റൊരു ഭീകരാക്രമണമാണെന്ന് പല നാനാകൂടിൽ നിന്നുമൊക്കെ ചില പ്രചരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു വിശദീകരണം DGPയുടെ ഭാഗത്ത് നിന്ന്, ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഏകദേശം 3000 കിലോയിലധികം വരും. അവയൊക്കെ ജമ്മു കാശ്മീർ പോലീസാണ് അത് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അവ നൌഗാം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഒരു സാധ്യത എന്ന് പറയുന്നത് നൌഗാമിൽ നിന്നാണ് ഇതിന്റെ ഏറ്റവും ഒരു ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഫരീദാബാദ് വരെ എത്തി ഈ സംഘങ്ങളെ പിടികൂടി ഒപ്പം തന്നെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതി പൊളിക്കുകയും ഒപ്പം തന്നെ ഈ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള മാരക സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്ത് അത് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ, സയൻറ്റിഫിക് പരിശോധനകൾ എല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് ഇത് പരിശോധിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇങ്ങനെ ഇത് പരിശോധിക്കുമ്പോൾ ഈ ഒരു ലാഘവത്തോടെ ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചില ബോംബുകളോ അല്ലെങ്കിൽ ചില പടക്കങ്ങളോ ഒക്കെ പരിശോധിക്കുന്ന കൂട്ടല്ല ഇത് പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. അതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. അവയൊക്കെ പാലിച്ചു വേണം ഇത് പരിശോധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു വീഴ്ച ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് കരുതാനാകില്ല. അതാണ് ഈ സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അട്ടിമറി സാധ്യത ഉണ്ടായി കാണുമോ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുകയും ചെയ്തത്. അതിനൊക്കെ ഒരു വ്യക്തമായ മറുപടി ഇനിയും ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പിടിച്ചെടുത്ത 3000 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് അത് ഇവിടെ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇവയെല്ലാം ഇപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റിലൂടെ തകർന്നോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി 11:20 കൂടിയാണ് പൊടുന്നനെ ഈ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സ്പാർക്ക് ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുന്നതല്ല ഇത് എന്നുള്ളതാണ്. IED പോലത്തെ സബ്സ്റ്റൻസുകൾ, അമോണിയം നൈട്രേറ്റ് പോലത്തെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുന്ന സാമഗ്രികളല്ല, സ്ഫോടക വസ്തുക്കളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇനി തുടരന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഈ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. വലിയൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് ഇനി നൽകാൻ പോകുന്നതെന്ന് അറിയണം. ഒപ്പം തന്നെ ഈ മേഖലയിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ മാരകമായ രീതിയിലുള്ളൊരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. സമീപ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 9 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. ഈ 9 പേരിൽ 4 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ക്രൈം ഫോട്ടോഗ്രാഫറുണ്ട്. സമീപ പ്രദേശത്തുള്ള ഈ പോലീസിനെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടി ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 9 പേർ മരണപ്പെട്ടു. 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി പേർക്ക് ഏകദേശം 29 പേർ ചികിത്സയിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ടല്ലോ. പത്താൻകോട്ടിൽ നിന്ന് ഡോക്ടർ റയീസ് അഹമ്മദ് പിടിയിലായിരിക്കുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. അശ്വതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് നിരവധി ഡോക്ടർമാരിലേക്ക്, അതായത് വിദേശത്തടക്കമുള്ള ഡോക്ടർമാരിലേക്ക്, പ്രത്യേകിച്ച് അദീൽ അഹമ്മദ് എന്ന ഈ ഗുജറാത്തിൽ നിന്നുമൊക്കെ പിടികൂടിയിട്ടുള്ള ഡോക്ടർമാരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ അദീൽ അഹമ്മദിൻ്റെ സഹോദരൻ ഇത്തരത്തിൽ വിദേശ രാജ്യത്താണുള്ളത്. അയാൾ കൃത്യമായി ഈ ആസൂത്രണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അയാൾക്ക് വേണ്ടി റെക്കോർഡിനർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് നിർണായകമായ വിവരങ്ങൾ NIA കണ്ടെത്തുകയും ഒപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ റയീസിനെ അടക്കം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പത്താൻകോട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയിൽ നിരവധി പേർ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ചില അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അത് ചാവേർ ആക്രമണമായിരുന്നു. അതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആയിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല.
വിദഗ്ധ രീതിയിൽ പരിശീലനം നേടിയിട്ടുള്ള ഇത്തരത്തിൽ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഗൂഢാലോചന നടത്തുന്നു. വിവിധ ഇടങ്ങളിൽ, അതായത് ഒരു മാസീവ് അറ്റാക്ക് തന്നെയായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. വിവിധ മേഖലയിൽ ഒരേ സമയം ബ്ലാസ്റ്റ് നടത്താനുള്ള ശ്രമം, ആ പദ്ധതി തിരിച്ചറിയുകയും അത് നടപ്പിലാക്കാതെ ആ ശ്രമം വിഫലമാക്കാനും നമ്മുടെ സേനയ്ക്ക് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ സാധിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഈ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനം അത് രാജ്യത്തെ നടുക്കിയ ഒരു സംഭവവികാസം തന്നെയാണ്. അതിലൂടെ നിരവധി പേരിലേക്ക് ഈ വിഷയം വിരൽ ചൂടുന്നുണ്ട്. ഇപ്പോഴും ഈ NIA-യുടെ വൃത്തത്തിൽ അല്ലെങ്കിൽ റഡാറിൽ നിരവധി പേർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരെ 3 പേരെ, ഈ 3 ഡോക്ടർമാരെ, ഈ ഷഹീൻ അടക്കമുള്ള വനിതാ ഡോക്ടറെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ NIA വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. വിശദവിവരങ്ങൾ